ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുന്ന മക്കൾ ചില സമയങ്ങളിൽ ഒരു പ്രശ്നമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടാകാം. മാതാപിതാക്കളുടെ കണ്ണിൻ മുമ്പിൽ മക്കൾ നശിച്ചു പോകുന്നത്, തകർന്നു പോകുന്നത് കണ്ടു നിൽക്കുവാൻ ആർക്കും കഴിയുകയില്ല. ഇതേ ഒരവസ്ഥയിൽ കൂടി മോശയുടെ മാതാവിനും കടന്നു പോകേണ്ടി വന്നു. ജനിക്കുന്ന ഏത് ആൺകുട്ടിയെയും നദിയിലിട്ട് കളയണമെന്നുള്ള രാജാവിൻ്റെ കൽപ്പന എല്ലാ എബ്രായ സ്ത്രീകളും നടുക്കത്തോടെയാണ് കേട്ടത്. ഈ ഒരു സന്ദർഭത്തിലാണ് മോശ ജനിക്കുന്നത്. മോശയുടെ അമ്മ ആ കുഞ്ഞിനെ ഒരു ഞാങ്ങണപ്പെട്ടകത്തിൽ കിടത്തി. അതിൽ വിശ്വാസവും ദൈവാശ്രയവുമാകുന്ന പശയും കീലും തേച്ച് നദിയുടെ അരികിൽ വെച്ചു. ആ മാതാവിന് ചെയ്യുവാൻ കഴിയുമായിരുന്നത് അത്രമാത്രം. മാതാപിതാക്കളായ നാം നമ്മുടെ ഭാഗം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ഭാഗം അവിടുന്ന് ചെയ്തിരിക്കും. When we do all we can for our children, God will intervene and do what we cannot do. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മളാൽ കഴിയുന്നതെല്ലാം ചെയ്യുമ്പോൾ ദൈവം ഇടപെട്ട് നമുക്ക് ചെയ്യുവാൻ കഴിയാത്തത് ചെയ്യും. നാം സേവിക്കുന്ന നമ്മുടെ ദൈവം ഒരു ദോഷവും തട്ടാതെ നമ്മുടെ മക്കളെ പരിപാലിക്കുന്നവനാണ്. മക്കൾ ഒരു പ്രശ്നമായി ആരുടെയെങ്കിലും മുമ്പിൽ നിൽക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മോട് പറയുവാനുള്ളത്, നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ മക്കളെക്കുറിച്ചും ദൈവത്തിന് പദ്ധതികളുണ്ട്. അവിടുന്ന് അത് നിവർത്തിക്കുന്ന ദൈവമാണ്. തിരുവചനം പറയുന്നു, റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാമത്തെ വാക്യം, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഗിലിയാദിനായ യിഫ്താഹ് പരാക്രമശാലിയായിരുന്നുവെങ്കിലും ഹി വാസ് ദി സൺ ഓഫ് എ പ്രോസ്റ്റിറ്റ്യൂട്ട്. അവനൊരു വേശ്യയുടെ മകനായിരുന്നു. അനുയോജ്യമല്ലാത്ത സാഹചര്യങ്ങളിൽ ജനിച്ച മക്കളായിരുന്നാലും അനുയോജ്യമല്ലാത്ത സാഹചര്യങ്ങളിൽ കൂടി ഇപ്പോൾ വളരുന്ന മക്കളായാലും ദൈവം അവരെ അനുഗ്രഹിക്കുന്നതിൽ ഒന്നും തടസ്സമാകുന്നില്ല. നമ്മുടെ മക്കളുടെ ഭൂതകാലത്തിലെ സാഹചര്യമല്ല അവരുടെ ഭാവിയെ നിർണയിക്കുന്നത്. പകരം അവരുടെ മേലുള്ള ദൈവോദ്ദേശ്യമാണ് അവരെ ജ്ഞാനിയാക്കുന്നതും ശക്തിപ്പെടുത്തുന്നതും. അതുകൊണ്ട് പ്രിയ മാതാപിതാക്കളെ, നിങ്ങളാരും നിങ്ങളുടെ മക്കളെ എന്നേക്കുമായി എഴുതി തള്ളരുത്. ഇന്ന് നിങ്ങളുടെ കരം ഉയരട്ടെ. ആ കരം മക്കളുടെ ശിരസിന്മേൽ വെക്കട്ടെ. അവരെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചിട്ട് വിശ്വാസത്തോടെ പറയുക, എൻ്റെ മക്കൾ ദൈവത്തിൻ്റെ വകയാണ്. ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിപ്പാൻ ഒരു ദുഷ്ടശക്തിക്കും കഴിയുകയില്ല. Have a blessed day.